1994 ലോകകപ്പ് അമേരിക്കയിൽ പുരോഗമിക്കുമ്പോൾ കൊളംബിയ എന്ന രാജ്യവും സ്വപ്നം കാണുകയായിരുന്നു. ഇത് വെറും ലോകകപ്പ് സ്വപ്നമല്ലായിരുന്നു. അക്രമവും മയക്കുമരുന്ന് കാർട്ടലുകളും രാഷ്ട്രീയ കലാപങ്ങളും കൊണ്ട് മുറിവേറ്റ ഒരു ജനതയുടെ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയുടെ പ്രതീകങ്ങളിൽ ഒരാളായിരുന്നു ആന്ദ്രേ എസ്കോബാർ. ശാന്തനായ മനുഷ്യൻ, മാന്യനായ ഫുട്ബോളർ, എതിരാളികളെ പോലും ആദരിച്ചിരുന്ന പ്രതിരോധ ഭടൻ, മൈതാനത്ത് തർക്കങ്ങൾ ഉണ്ടാക്കാത്ത, ചുവപ്പ് കാർഡുകൾക്ക് പേരു കേൾക്കാത്ത, പുഞ്ചിരിയോടെ കളിച്ചിരുന്ന ഒരു ജെന്റിൽമാൻ. അതുകൊണ്ട് തന്നെ കൊളംബിയക്കാർ അദ്ദേഹത്തെ ഫുട്ബോളിന്റെ മാന്യൻ എന്ന് വിളിച്ചിരുന്നു. ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷ 1994 ലോകകപ്പിൽ ഒരു കൂട്ടം പ്രതിഭകളുമായാണ് കൊളംബിയ എത്തിയത്. യോഗ്യതാ മത്സരത്തിൽ സ്വന്തം നാട്ടിൽ അർജന്റീനയെ 5-0 തകർത്തതോടെ ലോകത്തെ അമ്പരപ്പിച്ച ടീം. ലോക ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞു, ഇത്തവണ കൊളംബിയ മുന്നേറും. ഒരു രാജ്യം സ്വപ്നം കാണാൻ തുടങ്ങിയ നിമിഷം. 1994 ജൂൺ 22 അമേരിക്കയ്ക്കെതിരായ നിർണായക മത്സരം. കളിയുടെ 35-ാം മിനിറ്റ്. അമേരിക്കൻ താരം ഇടതുവശത്ത് നിന്ന് ഒരു അപകടകരമായ ക്രോസ് ബോക്സിലേക്ക് തട്ടിവിട്ടു. എസ്കോബാർ മുന്നോട്ട് ചാടി. ഒരു പ്രതിരോധ താരം ചെയ്യേണ്ടത് തന്നെ ചെയ്തു. പന്ത് തടയാൻ ശ്രമിച്ചു. പക്ഷേ ഒരു നിമിഷത്തിന്റെ നിർഭാഗ്യം. കാലിൽ തട്ടിയ പന്ത് ദിശ മാറി സ്വന്തം ഗോൾ വലയിലേക്ക് ഉരുണ്ടു കയറി. സ്റ്റേഡിയം ആഹ്ലാദത്തിൽ പൊട്ടിത്തെറിച്ചു. പക്ഷേ എസ്കോബാർ നിശ്ചലനായി. 1 സെക്കൻഡ്, 2 സെക്കൻഡ്. താൻ ചെയ്ത അബദ്ധം തിരിച്ചറിഞ്ഞ മനുഷ്യന്റെ മുഖം. ആ മുഖം ഇന്നും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ ചിത്രങ്ങളിൽ ഒന്നാണ്. ഒരു പിഴവിന്റെ ഭാരവും മത്സരം അമേരിക്ക 2-1 ജയിച്ചതിന്റെ നാണക്കേടും. കൊളംബിയ പുറത്തായി. ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷ തകർന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ തകർന്നത് എസ്കോബാർ ആയിരുന്നു. അദ്ദേഹം ടീമിനെ സ്നേഹിച്ചിരുന്നു, രാജ്യത്തെ സ്നേഹിച്ചിരുന്നു. പരാജയത്തിന്റെ ഉത്തരവാദിത്വം സ്വന്തം ചുമലിൽ ഏറ്റെടുത്തു. എന്നിട്ടും അദ്ദേഹം ഒളിച്ചോടിയില്ല. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി, ജനങ്ങളോട് സംസാരിച്ചു, ധൈര്യത്തോടെ എഴുതി, ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അതൊരു കളിക്കാരന്റെ വാക്കുകളല്ലായിരുന്നു, ഒരു നേതാവിന്റെ വാക്കുകളായിരുന്നു. മരണത്തിലേക്കുള്ള യാത്ര, ലോകകപ്പ് അവസാനിച്ചില്ല, പക്ഷേ എസ്കോബാറിന്റെ ജീവിതം അവസാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ജൂലൈ 2 കൊളംബിയയിലെ മെഡ്ലിൻ നഗരത്തിലെ ഒരു രാത്രി. സുഹൃത്തുക്കളോടൊപ്പം പുറത്തിറങ്ങിയ എസ്കോബാർ ഒരു പാർക്കിംഗ് സ്ഥലത്തേക്ക് നടന്നു. അവിടെ ചിലർ ലോകകപ്പിലെ ഓൺ ഗോളിനെ പരിഹസിച്ചു. വാക്കുതർക്കമുണ്ടായി. അത് ക്രൂരതയിലേക്ക് മാറി. പെട്ടെന്ന് തോക്കിന്റെ ശബ്ദം, വെടിയുണ്ടകൾ ശരീരത്തിൽ തുളച്ചു കയറി. റോഡിൽ വീണുകിടന്ന എസ്കോബാറിന്റെ ജീവൻ ആശുപത്രിയിൽ എത്തും മുൻപേ നഷ്ടപ്പെട്ടു. വയസ്സ് വെറും 27. മരണവാർത്ത പുറത്തു വന്നപ്പോൾ കൊളംബിയ ഞെട്ടി. ഒരു ഫുട്ബോൾ മത്സരത്തിലെ ഒരബദ്ധം ഒരു മനുഷ്യന്റെ ജീവനെടുത്തു. സംസ്കാര ചടങ്ങിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആളുകൾ പൂക്കൾ കൊണ്ടുവന്നു, കണ്ണീരുമായി നിന്നു. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു ഫുട്ബോൾ താരത്തെ മാത്രമല്ല, നല്ലൊരു മനുഷ്യനെയായിരുന്നു. ഇന്നും മറക്കാനാകാത്ത പേര്. ലോകകപ്പുകളിൽ അനേകം ഗോളുകൾ പിറന്നു, അനേകം കിരീടങ്ങൾ ഉയർന്നു, അനേകം റെക്കോർഡുകൾ തകർന്നു. പക്ഷേ 94 ലോകകപ്പിന്റെ കഥ പറയുമ്പോൾ ഇന്നും ലോകം ഓർക്കുന്നത് ഒരു ഗോളല്ല, ഒരു ഓൺ ഗോൾ അല്ലെങ്കിൽ സെൽഫ് ഗോൾ. ഒരു കണ്ണീർ, ഒരു നിശബ്ദ പുഞ്ചിരി, ഒരു യുവാവിൻ്റെ അപൂർണമായ ജീവിതം. ആന്ദ്രേ എസ്കോബാർ ഇന്നും ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു മുന്നറിയിപ്പായി ജീവിക്കുന്നു. ഒരു കളിക്കാരൻ മത്സരത്തിൽ തോൽക്കാം, ഒരു ഗോൾ പിഴയ്ക്കാം, പക്ഷേ ഒരു പിഴവിന്റെ പേരിൽ ഒരു മനുഷ്യനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ലോകകപ്പിന്റെ ഏറ്റവും ദുഃഖകരമായ കഥകളിലൊന്നായി ആന്ദ്രേ എസ്കോബാറിന്റെ പേര് ഇന്നും കണ്ണീരോടെ ഓർക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.